കോളേജുകളൊക്കെ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊന്നും ലക്ഷ്യം നാട്ടിൽ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതെ, നമ്മളെ ഇത്രയും വെൽക്കം ചെയ്യുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇവിടെ ഒരുപാട് പേര് സാധനയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നു. അവിടെ നമ്മളെ നീ വീട്ടിൽ ഇരിക്കും, നിനക്ക് ഉർലോവ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് വെച്ചാൽ ഉർലോവ് മീൻസ് വെക്കേഷൻ. നിനക്ക് 30 ദിവസത്തെ അവധി തരാം, നീ ആ സമയത്ത് നിനക്ക് പേയ്മെൻറ്റ് തരാം, നിനക്ക് വേണമെങ്കിൽ നീ നാട്ടിൽ പോകും, അല്ലെങ്കിൽ നീ ഇവിടെ നില്ല്, നിനക്ക് വേണേൽ അടുത്തത് പഠിക്കണമെങ്കിൽ നീ പഠിക്കാം, നിനക്ക് നീ പ്രഗ്നൻ്റ് ആണോ, മെറ്റേണിറ്റി ലീവ് ഇടും, നിനക്ക് ഫാമിലി ടൈം വേണോ ലീവ്. ക്രിസ്മസ് ന്യൂ ഇയർ പോലും നമ്മളൊരു ക്രിസ്മസ് ന്യൂ ഇയർ അടുത്തടുത്ത് വരുന്ന കാര്യങ്ങൾ, നമ്മൾ ക്രിസ്മസിന് വർക്ക് ചെയ്താൽ നമുക്ക് കമ്പൽസറി ആയിട്ട് ന്യൂ ഇയറിന് അവർ അവധി തരും. നീയും സെലിബ്രേറ്റ് ചെയ്യണം, അല്ലാതെ നീ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യണമെന്നല്ല, നീയും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് ഏത് ക്രിസ്മസ് എടുക്കാം ഓർ ന്യൂ ഇയർ എടുക്കാം, രണ്ടും കൂടെ അവധി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നിരുന്നാലും അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വണ്ടർഫുൾ. സോ ജർമ്മനിയിൽ എങ്ങനെയാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്? അവിടുത്തെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിനിമം 5 ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടുമെന്നാണ്. പക്ഷേ 5 ഇയർ കഴിഞ്ഞ് ആരും വീട്ടിൽ ഇരിക്കുന്നതല്ല, ബിക്കോസ് അപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ അവിടുത്തെ ഒരു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ ഒരു ആസ് എ നഴ്സ് 67 ഇയേഴ്സ് ആണ്. സോ എന്നെ സംബന്ധിച്ച് 67 ഇയേഴ്സ് വരെ അവിടെ വർക്ക് ചെയ്യാമെന്നാണ്. 67 വയസ്സ് ഇയേഴ്സ് 67 വയസ്സ് വരെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. നമുക്ക് ഈ 67 വയസ്സ് വരെ വർക്ക് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമുക്ക് വേണ്ട പെൻഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ പ്ലാൻ ഓൾറെഡി ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഈ ടാക്സ് പോകുന്നു എന്ന് പറയുന്ന ഒരു എമൗണ്ടില്ല, അതിൻ്റെ അകത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പെൻഷനിലോട്ടാണ് നമുക്ക് പോകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ പെൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇനി നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണോ അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. ബിക്കോസ് അവർ നമ്മൾ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവർ ഓൾറെഡി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അതിനെ നമ്മൾ അവിടെ തന്നെ താമസിക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും? നമ്മളിപ്പോൾ അവിടെ തന്നെ താമസിക്കണം എന്നുള്ളതിനുപരി നമ്മളിപ്പം നാട്ടിൽ നമുക്കൊരു സർട്ടൻ ലിമിറ്റ്, ഇപ്പോൾ അവിടുത്തെ സിറ്റിസനോ അല്ലെങ്കിൽ അവിടുത്തെ PR എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടൻ ലിമിറ്റിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ പെൻഷൻ നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, നാട്ടിൽ വരാനാണെങ്കിൽ നമുക്ക് ഈ ഫുൾ എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തുകൊണ്ട് നാട്ടിൽ വരാം. പെൻഷൻ എമൗണ്ട് കംപ്ലീറ്റ്ലി ഇത് നമുക്കൊരു എല്ലാ മന്ത്ലിയും ഒരു ചെറിയ എമൗണ്ട്സ് ആയിട്ടല്ലേ കിട്ടുന്നത്. നമുക്ക് ഓക്കെ, നമ്മൾ പറയാം നമ്മൾ നാട്ടിൽ പോവാണ്, നമുക്ക് ഈ ഫുൾ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അടച്ച കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവർ പിടിച്ചിട്ട് ബാക്കി ഫുൾ നമുക്ക് കിട്ടും. സോ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിലും തിരിച്ചു വരുമ്പോഴേക്കും നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നാട്ടിൽ വന്ന് നമുക്ക് ബിസിനസ്സോ മീൻസ് അത്രയും പ്രായമായിട്ട് വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നിരുന്നാലും പക്ഷെ നമുക്ക് ബാങ്കിലിട്ടാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാം. ബിക്കോസ് നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് അവിടുത്തെ ഗവൺമെൻറ് തരുള്ളൂ. അതുപോലെ നമ്മളെ ചുമ്മാ ഒന്നും അവർക്ക് പറഞ്ഞു വിടാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് ഇന്ന് വന്ന് നീ നാളെ പൊക്കോന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അവിടെ സർട്ടൺ ആയിട്ടുള്ള കാരണങ്ങൾ കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വിടുമ്പോഴേക്കും നമുക്ക് മിനിമം 1 ഇയർ സാലറി എങ്കിലും തരണം. നമ്മളൊരു തെറ്റ് ചെയ്യാതെ പറഞ്ഞു വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ സാലറി അവർ തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ 10-40 ലക്ഷം രൂപയെങ്കിലും മിനിമം നമുക്ക് തരണം. ഇതിനകത്ത് ടാക്സ് കട്ടിയോ ഓഫ് കോഴ്സ്, അല്ലാതെ നോക്കുവാണെങ്കിൽ. ഓക്കെ.